നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദി പ്രോ ലീഗിൽ അൽ നസർ വീണ്ടും വിജയമില്ലാതെ കളി അവസാനിപ്പിച്ചിരിക്കുന്നു. 2-2 സമനില. ഇപ്പോൾ AFC ചാമ്പ്യൻസ് ലീഗിലും സൗദി പ്രോ ലീഗിലുമായിട്ട് കഴിഞ്ഞ 6 കളികളിൽ നിന്ന് അൽ നസർ വിജയിച്ചത് ഒരേ ഒരു കളി മാത്രം. ഇന്നലെ അൽ അവാൽ പാർക്കിൽ നടന്ന മത്സരം അൽ ഷബാബിനെതിരെയാണ് അൽ നസർ സമനിലയിൽ പിരിഞ്ഞിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയും ഐമൻ യഹിയയുമാണ് അൽ നസറിൻ്റെ ഗോളുകൾ നേടിയതെങ്കിൽ അൽ ഷബാബിന് വേണ്ടി ഹംദുള്ളയും അൽ ഷിറൈക്കുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ അൽ നസറിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ, സാദിയോ മാനെ, ഐമൻ യഹിയ, ഏഞ്ചലോ എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരന്നത്. കളിയുടെ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പാണ് രണ്ട് ടീമും ഗോളുകൾ നേടുന്നത്. അവസാന ഘട്ടത്തിൽ 44-ാമത്തെ മിനിറ്റിൽ അബ്ദുൾ റസാഖ് ഹംദുള്ളയിലൂടെ അൽ ഷബാബ്, അത് പെനാൽറ്റി ഗോളായിരുന്നു, അൽ ഷബാബ് ലീഡെടുക്കുന്നു. തൊട്ടു പിന്നാലെ ഐമൻ യഹിയ അൽ നസറിനൊപ്പം എത്തിക്കുന്നു. അതും കഴിഞ്ഞ് ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളും പിറക്കുന്നു. 2-1 അൽ നസർ അതോടുകൂടി മുന്നിലാവുന്നു. രണ്ടാം പകുതിയിൽ പക്ഷേ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അൽ ഫാത്തിൽ 52-ാമത്തെ മിനിറ്റിൽ റെഡ് കാർഡ് കണ്ട് പുറത്തുപോയി. അൽ ഷബാബ് ആവട്ടെ 67-ാമത്തെ മിനിറ്റിൽ അൽ ഷിറൈക്കിലൂടെ ഗോളടിച്ചുകൊണ്ട് ഒപ്പം പിടിക്കുകയും ചെയ്തു. മത്സരം 2-2 സമനിലയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മളപ്പോൾ കണ്ടത്. കളി പുരോഗമിക്കവേ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പിൻവലിച്ച് ജോൺ ഡ്യൂഡനെ 71-ാമത്തെ മിനിറ്റിൽ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടു. അതായത് സമനിലയായി അധികം വൈകാതെ തന്നെ CR7 പിൻവലിച്ചു. ആ ഒരു നീക്കത്തെക്കുറിച്ച് പലരും ഇപ്പോൾ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ജോൺ ഡ്യൂഡനാണ് പിന്നീട് അവരുടെ മുന്നേറ്റങ്ങൾ നയിക്കാനുണ്ടായിരുന്നത്. പക്ഷേ ഗോളുകൾ പിറക്കാതെ വന്നതോടെ 2-2 സമനിലയിൽ കളി അവസാനിച്ചു. 24 കളികളിൽ നിന്ന് 48 പോയിൻ്റുള്ള അൽ നസർ ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ 4-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.